നക്ഷത്രമണ്ഡലത്തിലെ 19ാമത്തെ നക്ഷത്രമായ മൂലം അതിന്റെ പേര് പോലെ തന്നെ എല്ലാറ്റിന്റെയും അടിസ്ഥാനമാണ്. വേരെന്നർത്ഥം വരുന്ന ഈ നക്ഷത്രം കേതു ഭഗവാൻ അധിപനായ ധനുരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർ പൊതുവെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരും ഏതു പ്രതിസന്ധിയിലും തളരാതെ വേരുകൾ അഴ്ത്തിപ്പിടിച്ചു നിൽക്കാൻ കരുത്തുള്ളവരുമാണ്. 2026 കാലചക്രത്തിലെ മാറ്റങ്ങൾ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. പ്രത്യേകിച്ച് 2026 മാർച്ച് മാസം ഇവരുടെ സാമ്പത്തിക ജീവിതത്തിൽ വലിയൊരു വിപ്ലവത്തിന് തന്നെ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് മാർച്ച്. എന്തുകൊണ്ടാണ് 2026 മാർച്ച് മാസം ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്? ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഗ്രഹങ്ങളുടെ അപ്രതീക്ഷിതമായ സ്ഥാനചലനങ്ങളും ദശാസന്ധികളും ഒരു വ്യക്തിയുടെ ധനസ്ഥിതിയെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ കഠിനമായ പരീക്ഷണങ്ങളുടേതായിരുന്നു. 7.5 ശനിയുടെ കടുത്ത ആഘാതങ്ങളിൽ നിന്ന് സാവധാനം കരകയറിക്കൊണ്ടിരിക്കുന്ന ഇവർക്ക് 2026 മാർച്ച് മാസം ഒരു പുതിയ പുലരിയുടെ തുടക്കമാണോ അതോ മറ്റൊരു പരീക്ഷണമാണോ നൽകുന്നത് എന്നത് ഓരോ ജാതകക്കാരനും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. സാമ്പത്തിക ഭദ്രത എന്നത് വെറും വരുമാനം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ചെലവുകളെ മുൻകൂട്ടി കാണാനും നിക്ഷേപങ്ങളെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനുമുള്ള കഴിവ് കൂടിയാണ്. 2026 മാർച്ചിലെ ആകാശപ്പരപ്പിൽ വ്യാഴം അതിന്റെ പൂർണ്ണപ്രഭയോടെ ഭാഗ്യസ്ഥാനങ്ങളിൽ സ്വാധീനം ചെലുത്തുമ്പോൾ ശനിദേവന്റെ കർക്കശമായ നോട്ടം നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തെ പരീക്ഷിക്കുന്നുണ്ടാവും. ഈ വൈരുദ്ധ്യങ്ങളുടെ ഇടയിൽ മൂലം നക്ഷത്രക്കാർ എങ്ങനെ തങ്ങളുടെ ധനസ്ഥിതി ഭദ്രമാക്കും? നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ അതോ ശമ്പള വരുമാനത്തെ ആശ്രയിച്ച് കഴിയുന്ന വ്യക്തിയാണോ? വിദേശത്ത് ജോലി തേടുന്നവരോ അതോ നാട്ടിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ? നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും 2026 മാർച്ചിലെ ഗ്രഹനില നിങ്ങളുടെ പോക്കറ്റിനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നത് ഈ വീഡിയോയിലൂടെ നാം വിശദമായി വിശകലനം ചെയ്യുന്നു. നിഗൂഢമായ കേതുവിന്റെ സ്വാധീനമുള്ള മൂലം നക്ഷത്രക്കാർക്ക് ആത്മീയമായ ഉണർവിലൂടെ ഭൗതികമായ സമ്പത്ത് എങ്ങനെ കൈവരിക്കാമെന്നതും ഇവിടെ ചർച്ച ചെയ്യുന്നു. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തുമ്പോൾ അത് തിരിച്ചറിയാനും അനാവശ്യമായ ദൂരത്തിലൂടെ സമ്പത്ത് ചോർന്നു പോകാതെ കാക്കാനും ഈ വിശകലനം നിങ്ങളെ സഹായിക്കും. 2026 മാർച്ച് മാസം മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വെറുമൊരു മാസമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ തറക്കല്ലിടാൻ സാധിക്കുന്ന കാലയളവാണ്. കഠിനാധ്വാനവും ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങളും കൈകോർക്കുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. തൊഴിൽ, ബിസിനസ്, നിക്ഷേപം, റിയൽ എസ്റ്റേറ്റ്, കുടുംബം എന്നിങ്ങനെ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി 2026 മാർച്ച് മാസത്തിലെ നിങ്ങളുടെ സാമ്പത്തിക ജാതകം നമുക്ക് പരിശോധിക്കാം. നക്ഷത്രങ്ങൾ നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വീഡിയോ പൂർണ്ണമായും കാണുക. മൂലം നക്ഷത്രക്കാരായ ശമ്പളക്കാർക്ക് ഈ മാസം സാമ്പത്തികപരമായി ഗുണകരമാണ്. കഴിഞ്ഞ കുറെ കാലമായി കാത്തിരുന്ന ശമ്പള വർധനവോ കുടിശ്ശികയോ ഈ മാസത്തിന്റെ 2ാം വാരത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അനുകൂലമായ സമയമാണ് മാർച്ച്. വിദേശത്ത് ജോലി ചെയ്യുന്ന മൂലം നക്ഷത്രക്കാർക്ക് നാട്ടിലേക്ക് പണം അയക്കാനും സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കാനും സാധിക്കും. മാർച്ച് 20 ശേഷമുള്ള സമയം വിദേശ വരുമാനത്തിൽ വർധനവുണ്ടാകും. പാർട്ട് ടൈം ജോലികളിൽ നിന്നോ കൺസൾട്ടൻസി വഴിയോ ചെറിയ തോതിൽ അധിക വരുമാനം കണ്ടെത്താൻ ഈ മാസം സാധിക്കും. ബിസിനസ് നടത്തുന്ന മൂലം നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് ഒരു പരീക്ഷണ കാലഘട്ടമാണ്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ചിലെ ആദ്യ 2 ആഴ്ചകൾ അനുകൂലമാണ്. എന്നാൽ പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ രേഖകൾ സൂക്ഷിക്കേണ്ടതാണ്. സാമ്പത്തിക തിരിമറികൾ നടക്കാൻ നേരിയ സാധ്യതയുണ്ട്. കേതു അധിപനായതിനാൽ മൂലം നക്ഷത്രക്കാർക്ക് വിദേശ ബന്ധമുള്ള ബിസിനസ്സുകളിൽ നിന്ന് ലാഭം കൊയ്യാൻ സാധിക്കും. കെമിക്കൽസ്, മരുന്നുകൾ, ആത്മീയ വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. പഴയ കടങ്ങൾ വീട്ടി ബിസിനസ് വിപുലീകരിക്കാൻ ഈ മാസം അനുകൂലമാണ്. ബാങ്ക് ലോണുകൾക്കായി അപേക്ഷിച്ചവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. സാമ്പത്തിക രംഗത്തെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മേഖലയാണ് ഓഹരി വിപണി. മൂലം നക്ഷത്രക്കാരുടെ എടുത്തുചാട്ടം നിക്ഷേപങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം അനുയോജ്യമാണ്. എന്നാൽ ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തുന്നവർക്ക് മാർച്ചിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. IT, ഫാർമ സെക്ടറുകളിൽ നിക്ഷേപിക്കുന്നത് ഗുണകരമാകും. സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിന്റെ മധ്യത്തോടെയുള്ള സമയം അനുയോജ്യമാണ്. ഇത് ഭാവിയിൽ വലിയ സാമ്പത്തിക സുരക്ഷിതത്വം നൽകും. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചിട്ടിയിലോ ഫിക്സഡ് ഡെപ്പോസിറ്റിലോ പണം നിക്ഷേപിക്കാവുന്നതാണ്. തടസ്സപ്പെട്ട് കിടന്ന വസ്തുക്കൾ വിറ്റഴിക്കാൻ സാധിക്കും. ഇതിലൂടെ വലിയൊരു തുക കൈവശം വരും. സ്വന്തമായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോണുകൾ ലഭ്യമാക്കുന്നതിനും പണി ആരംഭിക്കുന്നതിനും മാർച്ച് മാസം അനുകൂലമാണ്. എന്നാൽ അമിത ചെലവുകൾ ഒഴിവാക്കാൻ ഓരോ ഘട്ടത്തിലും പ്ലാനിംഗ് ആവശ്യമാണ്. കൃഷിയിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് വിളവെടുപ്പിലൂടെയും വിപണിയിലൂടെയും സാമ്പത്തിക നേട്ടം ലഭിക്കും. റബ്ബർ, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യുന്നവർക്ക് വിപണിയിലെ വിലക്കയറ്റം ഗുണകരമാകും. കുടുംബത്തിലെ ഒരു വിവാഹത്തിനോ മറ്റാഘോഷങ്ങൾക്കോ വേണ്ടി മാർച്ചിൽ ഗണ്യമായ തുക മാറ്റിവെക്കേണ്ടി വരും. ഇത് മാസത്തിന്റെ സാമ്പത്തിക ബാലൻസിനെ ബാധിക്കുമെങ്കിലും അത് സന്തോഷകരമായ കാര്യങ്ങൾക്കായതിനാൽ മാനസിക സംതൃപ്തി ലഭിക്കും. മൂലം നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിക്ക് തൊഴിൽ പുരോഗതിയും ശമ്പള വർധനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ഇത് കുടുംബത്തിന്റെ ആകെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും. പഴയ രോഗങ്ങളുടെ ചികിത്സക്കായി പണം ചെലവാക്കേണ്ടി വരും. ഇൻഷുറൻസ് പോളിസികൾ പുതുക്കാൻ മറക്കരുത്. അപ്രതീക്ഷിതമായി വരുന്ന ചികിത്സാ ചെലവുകൾ നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിക്കാതിരിക്കാൻ ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യത്തിനായി ഈ മാസം പണം ചെലവാക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളായ മൂലം നക്ഷത്രക്കാർക്കും കുട്ടികളുള്ള മാതാപിതാക്കൾക്കും ഈ മാസം ചെലവേറും. വിദേശ പഠനത്തിനായി തയ്യാറെടുക്കുന്നവർക്ക് അഡ്മിഷൻ ഫീസിനും മറ്റുമായി വലിയ തുക കണ്ടെത്തേണ്ടി വരും. കുട്ടികളുടെ ഉപരിപഠനത്തിനായി മുൻകൂട്ടി നിക്ഷേപിച്ചു തുടങ്ങിയാൽ അത് ഭാവിയിൽ സാമ്പത്തിക ഭാരം കുറയ്ക്കും. ആർക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ജാമ്യം നിൽക്കാനോ വലിയ തുക കടം കൊടുക്കാനോ ഈ മാസം മുതിരരുത്. പണം തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുന്നത് ഈ മാസം ഒഴിവാക്കണം. നികുതി സംബന്ധമായ കാര്യങ്ങളിലും മറ്റൗദ്യോഗിക രേഖകളിലും സുതാര്യത ഉറപ്പാക്കുക. ഗണപതി ഭഗവാന് കർഗഹോമം നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ നീരാജനം തെളിയിക്കുന്നതും ശാസ്താവിനെ ഭജിക്കുന്നതും കണ്ടകശനി ദോഷം കുറയ്ക്കും. മാസത്തിലൊരിക്കൽ പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. സാമ്പത്തികപരമായ തടസ്സങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും. ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ഉത്തമമാണ്. സാധുക്കൾക്ക് അന്നദാനം ചെയ്യുന്നത് കേതുദോഷം കുറയ്ക്കാൻ സഹായിക്കും. പാവപ്പെട്ടവർക്ക് ഭക്ഷണം, വസ്ത്രം എന്നിവ ദാനം ചെയ്യുക. ഭിക്ഷാടകർക്ക് കറുത്ത എള്ള്, കറുത്ത വസ്ത്രം എന്നിവ നൽകുന്നത് നല്ലതാണ്. രുദ്രാക്ഷം ധരിക്കുന്നത് കേതുവിന്റെ ദോഷങ്ങളെ കുറയ്ക്കാനും ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ നൽകാനും സഹായിക്കും. ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം രുദ്രാക്ഷം ധരിക്കുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. വീട്ടിലും ജോലിസ്ഥലത്തും ശുചിത്വം പാലിക്കുന്നത് പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. കേതുവിന്റെ സ്വാധീനം മാനസികപരമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ധ്യാനവും യോഗയും ചെയ്യുന്നത് മനസ്സിന് ശാന്തത നൽകുകയും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും. എല്ലാ ചൊവ്വാഴ്ചകളിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാൽ, പനിനീർ എന്നിവ സമർപ്പിക്കുകയും ചെയ്യുക. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് എല്ലാ ഗ്രഹദോഷങ്ങളെയും കുറയ്ക്കാൻ സഹായിക്കും. ഇത് സാമ്പത്തികപരമായ തടസ്സങ്ങൾ നീക്കി ഐശ്വര്യം കൊണ്ടുവരും. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. ധനത്തിന്റെ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് സഹായകമാകും. എല്ലാ വെള്ളിയാഴ്ചകളിലും വീട്ടിൽ ലക്ഷ്മി പൂജ നടത്തുക. ലക്ഷ്മി മന്ത്രം ജപിക്കുക. താമരപ്പൂക്കൾ അർപ്പിക്കുക. ധനത്തിന്റെ അധിപനായ കുബേരനെ പ്രീതിപ്പെടുത്താൻ കുബേരമന്ത്രം ദിവസവും ജപിക്കുക. വീട്ടിൽ കുബേര യന്ത്രം സ്ഥാപിച്ച് പൂജിക്കുന്നത് ധനാകർഷണത്തിന് നല്ലതാണ്. തുളസി ചെടി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ചെടിയായി കണക്കാക്കപ്പെടുന്നു. വീട്ടിൽ തുളസി വളർത്തുന്നത് ഐശ്വര്യം കൊണ്ടുവരും. ദിവസവും രാവിലെ തുളസിക്ക് വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കുക. വൈകുന്നേരങ്ങളിൽ തുളസി തറയിൽ വിളക്ക് കൊളുത്തുന്നത് നല്ലതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ സത്യസന്ധതയും സുതാര്യതയും പുലർത്തുന്നത് ഐശ്വര്യത്തിന് കാരണമാകും. അനാവശ്യമായ തർക്കങ്ങളും നിയമപ്രശ്നങ്ങളും ഒഴിവാക്കുക. മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും നല്ല സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിനും ധ്യാനവും യോഗയും സഹായിക്കും. ചുരുക്കത്തിൽ 2026 മാർച്ച് മാസം മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഏറെ ഗുണകരമായ ഒരു മാസമാണ്. വരുമാനത്തിൽ വർധനവുണ്ടാകുമെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കാൻ പഠിക്കണം. എടുത്തുചാട്ടം ഒഴിവാക്കി ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്താൽ മാർച്ച് മാസം നിങ്ങളെ വലിയൊരു സാമ്പത്തിക അടിത്തറയിലേക്ക് നയിക്കും. കഠിനാധ്വാനവും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ മൂലം നക്ഷത്രക്കാർക്ക് മാർച്ചിൽ സാമ്പത്തികമായി തിളങ്ങാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. കേതുവിന്റെ അനുഗ്രഹവും വ്യാഴത്തിന്റെ തുണയും നിങ്ങൾക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ സമ്മാനിക്കട്ടെ.